ഡോക്ടർ രാമേന്ദ്രൻ ഹിയർ. ഒരു പേഷ്യന്റിനെ നോക്കാൻ ഡോക്ടർ ഒന്ന് വരണം. വണ്ടി അയച്ചിട്ടുണ്ട്. ഇതിന്റെ കൺസൾട്ടിംഗ് അവേഴ്സ് ആണ്. പേഷ്യൻസ് ഒരുപാട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ കൊണ്ടുവന്നാൽ നോക്കാം. അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയിലായതുകൊണ്ടല്ലേ. ഹെൽത്ത് മിനിസ്റ്ററുടെ കസിനാ പേഷ്യന്റ്. മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്നാ വിളിക്കുന്നേ. ശരി സാർ, ഞാനിപ്പോ വരാം. പെട്ടെന്ന് വേണം. ഡോക്ടർ, വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ അല്പേരം വെയിറ്റ് ചെയ്യും. ഒരു എമർജൻസി കേസ് ഉണ്ട്. വാ. ഡോക്ടർ, ഇത് അനന്തന്റെ അവസ്ഥലല്ലേ? ഇവിടെയാണ് പേഷ്യന്റ് കിടക്കുന്നത്. വരൂ. അരുന്ധതി എന്താ ഇവിടെ? നോ, അരുന്ധതിയല്ല, രേവതി നായർ. 1980 ബോംബെയിൽ വെച്ചുണ്ടായ പ്ലെയിൻ ക്രാഷിൽ കൊല്ലപ്പെട്ട കോടീശ്വരനായ സേതുമാധവന്റെയും വിജയലക്ഷ്മിയുടെയും സ്വത്തുക്കളുടെ ഒരേ ഒരു അവകാശി മിസ് രേവതി നായർ. നിങ്ങളാരാ? ഐ എം CID ഉണ്ണികൃഷ്ണൻ. ഐ എം CID പ്രേം ശങ്കർ. ഐ എം CID ഉമ്മൻകോശി. വി ആർ ഫ്രം സീക്രട്ട് ഫയൽസ് പ്രൈവറ്റ് ലിമിറ്റഡ്. വെൽ ഡോക്ടർ, കം ഓൺ. സത്യം പറയണം, രേവതിക്ക് എന്താണ് അസുഖം? നിങ്ങൾ എന്തായി കാണിക്കുന്നത്? പറയാ. അല്ലെങ്കിൽ ഇന്ത്യൻ റെയിൽവേയുടെ ഏതെങ്കിലും ഒരു ട്രാക്കിൽ ഒരു അജ്ഞാത മൃതശരീരം തിരിച്ചറിയാനാവാത്ത നിലയിൽ ചിന്നിച്ചിതറി കിടക്കും. എന്നെ കൊന്നാലും ഞാനത് പറയില്ല. ഒരു പേഷ്യന്റിനെ സംബന്ധിക്കുന്ന രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പരസ്യമായി പറയാൻ പാടില്ല. അത് മെഡിക്കൽ എത്തിക്സിനെതിരാണ്. നിന്റെ ഒരു അയ്യോ, ഇനി എന്നെ തല്ലരുത്. ഞാനെല്ലാം പറയാം. രേവതിക്ക് യാതൊരു അസുഖവും ഇല്ല. അനന്തം പറഞ്ഞിട്ടാ ഞാനിതെല്ലാം ചെയ്തത്. എന്തിന്? അത് അവൾ ഒരിക്കലും വിവാഹിതയാകാതിരിക്കാൻ വേണ്ടി. മോളെ, എന്ത് പറ്റി മോളെ? ഉച്ചക്കത്തെ ഗുളിക കഴിച്ചില്ലേ നീ? കാർ ഓടിക്കരുതെന്ന് എത്ര പറഞ്ഞാലും കേൾക്കില്ല. വണ്ടി എവിടെയെങ്കിലും തട്ടിയോ മോളെ? വേണ്ട, ഓരോന്ന് പറഞ്ഞ് അവളെ വിഷമിപ്പിക്കണ്ട. അവള് കിടക്കട്ടെ. താൻ എന്താണോ ഈ പറയുന്നത്? അയ്യോ, ഞാൻ പറഞ്ഞെല്ലാം സത്യമാ. എന്നിട്ട് ഇപ്പോഴാണോ തനിക്ക് ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ തോന്നിയത്? ഇന്നലെ സന്ധ്യയ്ക്ക് അവന്മാരനെ അതിനകത്ത് കയറ്റിട്ട് ഇടിക്കാൻ തുടങ്ങിയതാ. ഇന്ന് നേരം പരവരാന്ന് വെളുത്തപ്പോഴാ അവന്മാരനെ ഇറക്കി വിട്ടത്. എടോ, അരുന്ധതി എല്ലാം അറിഞ്ഞെന്നുള്ളത് ഉറപ്പാണോ? അയ്യോ, അവള് കേൾക്കല്ലേ അവന്മാരെന്നെ കൊണ്ട് ഇടിച്ചെല്ലാം പറയിപ്പിച്ചത്. അവൾ ഉണർന്നോ? ഉണരാൻ നേരാവുന്നല്ലേ ഉള്ളൂ. ഇനി ഒരു കാരണവശാലും അവളെ വീട് വിട്ട് പുറത്തിറങ്ങരുത്. ഫോട്ടോയും കാണുന്നില്ല. അവള് പോയെന്നാ തോന്നുന്നത്. പോലീസിൽ അറിയിച്ചാലോ? വിഡിത്തം പറയാതെ. പോലീസിൽ അറിയിച്ച അവളെ കണ്ടുപിടിച്ചു വരും. ആ നിമിഷം നമ്മൾ ഈ വീട്ടിൽ നിറയെ കൊടുക്കേണ്ടി വരും. വീട് മാത്രമോ, കമ്പനി, എസ്റ്റേറ്റും എല്ലാം പറയും. ഇനി എന്ത് ചെയ്യും?
അങ്ങനെ വിട്ടൊഴിഞ്ഞു കൊടുക്കാനല്ലല്ലോ ഞാൻ ഈ പാടൊക്കെ പെട്ടത്. എന്തു ചെയ്യണമെന്ന് എനിക്കറിയാം. എനിക്കിപ്പോ എല്ലാം മനസ്സിലാവുന്നു. SSLC കഴിഞ്ഞപ്പോ എന്റെ പഠിത്തം നിർത്തിയത് മനഃപൂർവ്വമായിരുന്നു. അസുഖക്കാരിയാണെന്ന ബോധം കൂടെ കൂടെ ഓർമ്മപ്പെടുത്തി പുറം ലോകത്തേക്കുള്ള എല്ലാ വാതിലുകളും അവർ അടച്ചു കളഞ്ഞു. മരിച്ചുപോയ ജ്യേഷ്ഠന്റെ മകളാണെന്ന ഒറ്റ കാരണം കൊണ്ട് അവരെന്നെ കൊന്നില്ല. കൊല്ലുകയായിരുന്നു ഇതിലും ഭേദം. ഇപ്പോഴെങ്കിലും രേവതിക്ക് എല്ലാം ബോധ്യമായില്ലേ? സ്വത്തിനെ കുറിച്ച് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. ഭാരിച്ച സ്വത്തിന്റെ അവകാശിയാണ് ഞാനെന്ന് സത്യത്തിൽ നിങ്ങൾ പറഞ്ഞപ്പോഴേ എനിക്ക് ബോധ്യമാവുന്നത് തന്നെ. എല്ലാ സ്വത്തുക്കളും ഞാൻ അവർക്ക് കൊടുക്കാം. പകരം എന്റെ ജീവിതം ഇങ്ങനെ തിരിച്ചു തന്നാ മതിയായിരുന്നു. പാടില്ല. ഒരു നയാ പൈസ പോലും ആ ദുഷ്ടന് കൊടുക്കരുത്. ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് അയാളെയും പെണ്ണും പിള്ളി അടിച്ചടക്കി എരുമച്ചാണോ തളിക്കണം. അതെങ്ങനെയാ ചാണകം തെളിക്കുന്നേ? അവിടെ മാർബിളല്ലേ? ഇപ്പൊ രേവതി കൂടുതലൊന്നും ആലോചിക്കണ്ട. എന്ത് സഹായത്തിനും ഞങ്ങളൊക്കെ കൂടെ ഉണ്ടാവും. എനിക്ക് വയ്യ ഇതൊന്നും കാണാൻ. അന്നേ ഞാൻ പറഞ്ഞതാ ചാടിക്കറി വാക്കൊന്നും പറയരുതെന്ന്. അതിനിപ്പോ ഇവിടെ എന്തുണ്ടായെന്നാ? ഒന്നും ഉണ്ടായില്ലേ? ഇവള് ജലപാനം കഴിച്ചിട്ട് ദിവസം 2 ആയി. അവന്റെ കത്ത് കിട്ടിയിട്ട് എന്തെങ്കിലും കഴിക്കുമെന്ന് വാശിയില്ല ഇവള്. ഓരോ ഏടാകൂടങ്ങൾ വലിച്ചു വെച്ചിട്ട് വീട്ടിലുള്ളവർക്ക് കിടക്കപ്രതി ഇല്ലാണ്ടായി. അമ്മയെ കൊണ്ട് എന്തിനാ മോളെ അച്ഛനെ ഇങ്ങനെ വഴക്ക് കേൾപ്പിക്കുന്നത്? മോളെ എഴുന്നേറ്റ് വല്ലതും കഴിക്കും. ചെല്ലേ. എന്ത് പ്രശ്നം ഉണ്ടായാലും മുടങ്ങാതെ കത്തയക്കാന്ന് പാറേക്കാവ് ഭഗവതി പിടിച്ച സത്യയിട്ടേച്ച ഉണ്ണീട്ടും പോയത്. അടിയടിയൊക്കെ കൊള്ളേണ്ട പണിയാ. അതാ എനിക്ക് പേടി. നീ ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കിയിരിക്കാൻ അവൻ നിന്റെ ഭർത്താവൊന്നും ആയിട്ടില്ലല്ലോ. നീ ഇങ്ങനെ വെറുതെ അതും പറയാതെ അകത്ത് പോകാൻ രാക്ഷി. നിങ്ങൾ ഒരാളാ ഇവിടെ പുന്നാരിക്ക് ഈ പരുവത്തിലാക്കിയത്. മോള് വിഷമിക്കണ്ട. ഉണ്ണികൃഷ്ണന്റെ മേൽവിലാസം ഇങ്ങ് തന്നാ മതി. അച്ഛൻ പോയി ഒന്ന് അന്വേഷിച്ചു വരാം. ഞാനും വരും. അച്ഛൻ പോയിട്ട് അന്ന് തന്നെ ഇങ്ങ് വരുമെന്നേ. എനിക്ക് ഉണ്ണിയേട്ടനെ കാണണം. നീ വെറുതെ വാശി പിടിക്കല്ലേ ദമയന്തി. അച്ഛൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞില്ലേ? ഉണ്ണീട്ടിന് ആശുപത്രിയിൽ എങ്ങാനാണെങ്കിൽ അച്ഛൻ അത് മറച്ചു വെക്കും. അതുകൊണ്ട് ഞാനും വരും. മോളെ ഉണ്ണികൃഷ്ണൻ ഇവിടെ ഉണ്ടോ? ഉണ്ണികൃഷ്ണൻ മിനിഞ്ഞാങ്ങൂരോടെ ഉണ്ടായിരുന്നു. എങ്ങോട്ടാ പോയെന്നറിയോ? അതറിയത്തില്ല. ഇന്നലെ ഇന്നുമായിട്ട് വേറെ ആരുണ്ടൊക്കെ അന്വേഷിച്ചു വന്നിരുന്നു. അവന്റെ കൂടെ ഒരുത്തനുണ്ടായിരുന്നല്ലോ, ഒരു കുഞ്ചു. അവർ രണ്ടും കൂടെ ആ പെട്ടിയൊക്കെ ആയിട്ട് പോയത്. ഇന്ദ്രപ്രസ്ഥത്തിൽ അനന്തസാറിന്റെ വീട്ടിൽ അന്വേഷിച്ച ഒരു പക്ഷെ അറിയാൻ കഴിയും. നിങ്ങളുടെ മകളെ കിഡ്നാപ്പ് ചെയ്തെന്നോ? എപ്പോ? 2 ദിവസമായി. കേരളത്തിൽ ഇതൊരു സ്ഥിരം ഏർപ്പാടായിട്ടുണ്ടല്ലോ. ഏതായാലും ഡീറ്റെയിൽസ് എഴുതി തരൂ. ഇന്ന് തന്നെ അന്വേഷണം തുടങ്ങാം. ഡിറ്റക്ടീവ് ബെഞ്ചമിൻ ഗോമസിനെ ഏൽപ്പിക്കാം. കേസ് ഏൽപ്പിക്കാൻ വന്നതല്ല ഞാൻ. എന്റെ മകളെ കിഡ്നാപ്പ് ചെയ്ത് നിങ്ങളുടെ സിഐഡിമാരാണ്. അങ്ങനെയോ? ആരാണവർ? ഉണ്ണികൃഷ്ണൻ, പ്രേംശങ്കർ, ഉമ്മൻകോശി. യു ആർ മിസ്റ്റേക്കൺ. നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അവർ സിഐഡിമാരല്ല, ഓൺലി ട്രെയിനീസ്. സീക്രട്ട് ഫയൽസിന്റെ പെർമനന്റ് സ്റ്റാഫ് അല്ലാത്തടത്തോളം കാലം എനിക്ക് അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മിസ്റ്റർ അനന്തപത്മനാഭൻ, നിങ്ങൾ പോലീസിനെ ഇൻഫോം ചെയ്യൂ. എനിക്ക് അവളെ വീണ്ടെടുക്കാൻ കഴിയാഞ്ഞിട്ട് വേണ്ടേ പോലീസിനെ അറിയിക്കാൻ? ഇരിക്കൂ. ദമയന്തി അച്ഛനുമല്ലേ? അതെ. ഉണ്ണികൃഷ്ണൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രഭാവതി, നീ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊടുത്തോ? കുടിച്ചു. ഉണ്ണേട്ടൻ ഉണ്ണികൃഷ്ണൻ എന്റെ ഒരു ആവശ്യമായി ഇവിടം വരെ പോയിരിക്കുക. പവിത്ര, ഇവരെ കമ്പനിയിലേക്ക് കൊണ്ടുപോകും. അപ്പോഴത്തേക്ക് ഉണ്ണികൃഷ്ണൻ അങ്ങോട്ടെത്തും. പിന്നെ ഉണ്ണികൃഷ്ണൻ കൂട്ടി ഇങ്ങോട്ട് തന്നെ വരണം. ഉച്ചയ്ക്ക് ഊണ് ഇവിടെയാ. വരും. അനന്തസാറിന്റെ മകൾ ഉണ്ണികൃഷ്ണന്റെ കസ്റ്റഡിയിലാണ്. അവളെ വിട്ടുവരുമ്പോ തന്റെ മോളെയും വിട്ടുവരും. ഈ കാര്യം പോലീസിനെങ്ങാനും അറിയിച്ചാൽ തന്റെ മകളുടെ ശ്രമം കായലിൽ പോകും. അയ്യോ,
മോളെ, മോളെ, രമേശി, മോളെ. മോളെ. ഇനി വണ്ടി ഓടിച്ച് വെറുതെ ഇന്ധനം കളയണ്ട. പവിത്രന്റെ ആൾക്കാരോട് വിശ്രമിക്കാൻ പറ. വിശ്രമിച്ചാൽ എങ്ങനെയാ? ആ സിഐഡിമാരെ തപ്പിയെടുക്കണ്ടേ? വേണ്ട, ഇനി ടെലിഫോണിന്റെ ചോട്ടിൽ വെയിറ്റ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. പവിത്രൻ ധൈര്യമായിട്ട് പോയിക്കോ. എനിക്ക് വക്കീലും ഡോക്ടറുമായിട്ട് ഇച്ചിരി സംസാരിക്കാൻ. ശരിയെങ്കിൽ എത്ര ദിവസം എന്ന് വെച്ചാ രേവതി ഇങ്ങനെ ആശാന്റെ വീട്ടിൽ താമസിപ്പിക്കുന്നത്? ഹോസ്റ്റലിലേക്ക് മാറ്റാന്ന് വെച്ചാൽ അത് സേഫ് അല്ല. രേവതിയുടെ കാര്യം മാത്രമല്ല പ്രശ്നം, നമ്മൾ എത്ര നാളാ ഇങ്ങനെ ഒളിച്ചും പാത്തും കഴിയുന്നു. ഓ, ആ സുമാരക്കുറിപ്പിന്റെ പ്രയാസം എനിക്ക് ഇപ്പോഴാ മനസ്സിലാകുന്നത്. കൂടുതലൊന്നും ആലോചിക്കാനില്ല, പോലീസിൽ അറിയിക്കുന്നതന്നെ നല്ലത്. അയ്യോ, അത് വേണ്ട. വേണ്ടെങ്കിൽ നീ തന്നെ ഒരു പോംവഴി പറ. പോലീസിനെ അറിയിച്ചില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. രേവതിയുടെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ നമ്മൾ അവളെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണെന്ന് ആരോപണം ഉണ്ടായാൽ നിഷേധിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അത് ശരിയാ. കട്ടയെല്ലാം കൂടി ഇടിഞ്ഞു വീണ് ലെത്തൂര് പോലെ ആവുന്നതിന് മുമ്പ് പോലീസിനെ അറിയിക്കുന്നതാ ബുദ്ധി. ഇനി അങ്ങനെ ഒരു ആരോപണം ഉണ്ടായാൽ തന്നെ രേവതി നമ്മളുടെ അല്ലേ നിൽക്കൂ? എന്നൊന്നും പറയാൻ പറ്റില്ല. സ്വന്തം തന്തമാര് മക്കളെ തള്ളി പറയുന്ന കാലമായത്. താൻ ജീപ്പിലോട്ട് കയറും. കറക്റ്റ്, അത് തന്നെ. നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടാം. അച്ഛനല്ലേ അത്? എവിടെ? അമ്മാവാ, ഉണ്ണികൃഷ്ണ, നീ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത്? ദമയന്തി ഇപ്പൊ അനന്തന്റെ കസ്റ്റഡിയിലാടാ. നിന്റെ കത്ത് കാണാൻ നിർബന്ധം പിടിച്ച് എന്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടതാ. നിങ്ങൾ CID-മാര് പിടിച്ചു വച്ചിരിക്കുന്ന അയാളുടെ മോളെ വിട്ടുകൊടുക്കാതെ അവളെ വിടുന്ന പ്രശ്നമില്ലെന്നാ പറഞ്ഞത്. ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല. എത്രയും വേഗം ഇവനെ പോലീസിനെ അറിയിക്കണം. വാ, നിക്ക്. പോലീസിൽ അറിയിച്ചാൽ അവരെന്റെ മോളെ കായൽ കെട്ടിത്താത്തുവെന്നാ പറഞ്ഞിരിക്കുന്നത്. ഹലോ, അനന്തപത്മനാഭൻ ഹിയർ. ഞാൻ ഉണ്ണികൃഷ്ണനാണ്. ആരെ? CID ഉണ്ണികൃഷ്ണൻ? അതെ. അവനാ? എടാ പന്ന റാസ്കലേ, നീ അനന്തപത്മനാഭനെ കുറിച്ച് എന്താ വിചാരിച്ചത്? എനിക്ക് ദൈവത്തിന്റെ പേരിട്ട് ചുമ്മാതല്ല. പുള്ളിക്കാരൻ എപ്പോഴും എന്റെ കൂടെയാ. ഓവർ സ്മാർട്ട് ആവാൻ ശ്രമിക്കരുത് മിസ്റ്റർ അനന്തൻ. ദമയന്തി എവിടെ? പ്രതിശ്രുത വധു ഇവിടെ തന്നെ ഉണ്ട്. അവക്ക് ഇതുവരെ കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. എനിക്ക് അവളോട് സംസാരിക്കണം. സംസാരിക്കാലോ? വെയിറ്റ്. ഫോൺ ആ പെണ്ണിന് കൊടുക്ക്. നിനക്കാ ഫോൺ? ദമയന്തി, ഉണ്ണിയേട്ടനാ? എന്റെ അച്ഛൻ എന്റെ ഉണ്ണേട്ടാ. അച്ഛൻ എന്റെ കൂടെ ഉണ്ട്. ഉണ്ണേട്ടൻ കള്ളം പറയുക. അല്ല, സത്യം. പാറയ്ക്കാവിൽ ഭഗവതിയാണ് സത്യം. എന്നെ എന്തിനാ ഇവിടെ പിടിച്ചോണ്ടിട്ടിരിക്കുന്നത്? നീ വിഷമിക്കരുത്. ഉണ്ണിയേട്ടൻ ഉടനെ വരാം. വന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഹലോ, കേട്ടല്ലോ? എന്റെ ദമയന്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ തന്റെ കുടുംബം ഞാൻ കൊളന്നുണ്ടും. ഓ, അതൊക്കെ വലിയ മെനക്കേടല്ലേ ഉണ്ണികൃഷ്ണ? ഭീഷണി മുഴക്കാതെ കാര്യത്തിലേക്ക് കടക്ക്. ഞാൻ ഒരു 24 മണിക്കൂർ സമയം തരും. അതിനുള്ളിൽ അരുന്ധതിയെ ഇവിടെ എത്തിച്ചില്ലെങ്കിൽ നിന്റെ ദമയന്തിയുടെ കാര്യം പോക്കാം. ഇതിലെന്താ ഇത്ര ആലോചിക്കാനുള്ളത്? ഞാൻ മടങ്ങിപ്പൊക്കോളാം. ഞാൻ കാരണം ദമയന്തിക്കൊന്നും സംഭവിക്കരുത്. രേവതി പോകരുത്. ഇല്ല പ്രേം, എന്നെ ആർക്കും രക്ഷിക്കാനാവില്ല. രക്ഷപ്പെടേണ്ടവളായിരുന്നെങ്കിൽ എന്റെ മമ്മിയും ഡാഡി എന്നെ വിട്ടു പോവില്ലായിരുന്നല്ലോ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു രൂപമില്ല. ദമയന്തിയെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാമെങ്കിൽ നമുക്കൊരു ആക്രമണം നടത്തായിരുന്നു. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ മടങ്ങിച്ചെന്നാ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നിങ്ങളൊക്കെ നല്ലവരാ. ഞാനിവിടെ നിന്നാ അയാൾ നിങ്ങളെ ഉപദ്രവിക്കും. ഞാൻ ഒരിക്കലും നിങ്ങളെ മറക്കില്ല. പോട്ടെ. പോവാൻ പറ്റേ? ഹലോ, ഞാൻ CID ഉണ്ണികൃഷ്ണൻ. നിങ്ങൾക്ക് രേവതി നായരെയാണോ വേണ്ടത്, അതോ അവളുടെ സ്വത്തുക്കളോ? സ്വത്ത് മാത്രം കിട്ടിയാൽ എങ്ങനെയാ? സ്വത്ത് മുഴുവൻ അടിച്ചെടുത്തിട്ട് ചേട്ടന്റെ മോളെ അനുജൻ വഴിയിലിറക്കി വിട്ടു എന്ന് നാട്ടുകാര് പറയത്തില്ലേ? നാട്ടുകാരുടെ നാവടക്കാനുള്ള ബുദ്ധിയൊക്കെ അനന്തപത്മനാഭൻ ഉണ്ടാവുമല്ലോ. സ്വത്തുക്കൾ വിട്ടുതരാം, പക്ഷേ രേവതി നായരെ വിട്ടുതരാൻ പറ്റില്ല. അയ്യോ, ഉണ്ണികൃഷ്ണൻ എന്നെ അങ്ങ് തെറ്റിദ്ധരിച്ചു. ഞാൻ അങ്ങനെ കടുംപിടുത്തക്കാരനൊന്നുമല്ല. നിങ്ങളുടെ തീരുമാനം അതാണെങ്കിൽ എനിക്ക് സമ്മതമാണ്. എന്നാൽ ഡോക്യുമെന്റ്സ് തയ്യാറായിക്കോളൂ. ഓക്കെ.
അവളെന്തേ? അവളെ വിട്ടുതരില്ലെന്ന് പറഞ്ഞില്ലേ? വിട്ടുതരണ്ട. ഡോക്യുമെന്റ് സൈൻ ചെയ്യാൻ അവള് വേണ്ടേ? അത് ന്യായം. ഡോക്യുമെന്റ്സ് തന്നാ മതി, ഒപ്പിടിച്ച് ഞങ്ങൾ തിരികെ എത്തിക്കാം. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. നിങ്ങൾ എവിടെ പോന്നു? പള്ളി പറയാൻ. ഞാൻ കൂടെ പോയി സൈൻ ചെയ്യിച്ചാ പോരെ? എന്റെ അഡ്വക്കേറ്റ് നിങ്ങളുടെ കൂടെ വരും. ഡോക്യുമെന്റ് സൈൻ ചെയ്യുന്നത് വക്കീലിന്റെ മുന്നിൽ വെച്ച് മതി. സമ്മതം. വക്കീലിന് വരാം. മൂവ്. ഓ പിന്നെ അവിടെ ചെന്ന് അതിസാമർത്ഥ്യമൊന്നും കാണിക്കാൻ നോക്കണ്ട. ദമയന്തി എന്റെ കസ്റ്റഡിയിലാണെന്ന് മറക്കരുത്. ഒരു കാര്യം 9 പ്രാവശ്യം പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. 1 second. Come on. Get it. ഡോക്യുമെന്റ്സ് വക്കീലിന്റെ കയ്യിലാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം എങ്ങനെ നടത്തും? അത് പ്രശ്നമാണ്. ഉണ്ണികൃഷ്ണൻ എന്തെങ്കിലും വഴി കാണും. ഇനി ഇതെന്റെ കയ്യിൽ. നമ്മൾ ഒന്നിച്ചു പോകുന്നു. ദമയന്തി വിട്ടുതരുമ്പോ ഡോക്യുമെന്റ്സ് കൈമാറുന്നു. ഓക്കെ? ഓ, പറഞ്ഞ സാധനം കരുതിയിട്ടില്ലേ? ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ ജീപ്പിന്റെ മുൻ സീറ്റ് തന്നെ കയറണം. ഉവ്വ്. വക്കീലിന് സംശയം തോന്നാത്ത രീതിയിൽ അത് പുരട്ടണം. ഓക്കെ? ഓക്കെ. ദമയന്തി ഇവിടെ. ആ പെണ്ണിനെ കൊണ്ടുപോവാ. വേഗം വേണം, പോകാൻ ഞങ്ങൾക്ക് ധൃതിയുണ്ട്. ഒന്ന് തഞ്ചപ്പെടും മച്ചാ. ഒന്നുമില്ലേലും 1 മാസം ശമ്പളം ഞാൻ തനിക്ക് തന്നിട്ടുള്ളതല്ലേ? ചുമ്മാതല്ലോ, മൂടുമാന്തി വെള്ളം ഒഴിച്ചിട്ടല്ലേ കിമ്പളം. ആ ഉണ്ണിട്ടാ, വരട്ടെ. ഒന്ന് ചേരാൻ സമയമായിട്ടില്ല. ഡോക്യുമെന്റ്സ് എവിടെ? വയ്ക്കോ. മോളെ, എല്ലാം കറക്റ്റാ. ഓടിക്കോ. പിടിക്കണം വരെ.
രേവതി, I mean, അരുന്ധതി, വാ. എന്നോട് കാണിച്ചത് ക്രൂരതയാണെങ്കിലും 8 വയസ്സ് മുതൽ ഞാൻ ഡാഡിന്ന് വിളിച്ചതാ. ഇനി ഉപദ്രവിക്കരുത്. വെൽ ഡൺ മൈ ഡിയർ ബോയ്സ്. Thank you, sir. ബൈ ദ ബൈ, ക്ലൈമാക്സിൽ നിങ്ങൾ എങ്ങനെയാണ് ഡോക്യുമെന്റ്സ് കത്തിച്ചത്? ജീപ്പിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഞങ്ങളെ ഡോക്യുമെന്റ്സ് പെട്രോൾ ഒന്ന് മുക്കി. മിസ്റ്റർ ഉണ്ണികൃഷ്ണന്റെ ഉന്നം കൂടി ആയപ്പോ സംഗതി ശൂന്നങ്ങ് കത്തി. ഓഹോ, വെരി ഗുഡ്. നിങ്ങൾക്ക് 3 പേർക്കും ഇന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കാം. അന്വേഷണം വഴിമാറിയെങ്കിലും നിങ്ങൾ കണ്ടെത്തിയത് വലിയൊരു രഹസ്യമാണ്. അതിസങ്കീർണമായ മറ്റൊരു കേസിന്റെ അന്വേഷണം നാളെ തന്നെ ആരംഭിക്കണം. 1993 ഡിസംബറിലെ തണുപ്പുള്ള ഒരു രാത്രിയിൽ. സോറി സർ, ഉടൻ തന്നെ ഒരു കേസ് അന്വേഷണം ഏറ്റെടുക്കാൻ പറ്റിയ മൂഡിലല്ല ഞാൻ. എന്റെ വിവാഹം ഓഹോ, അങ്ങനെയാണോ? എന്നാൽ പ്രേംശങ്കർ ഉമ്മൻ കോശിയും അന്വേഷിക്കട്ടെ. സാർ, എനിക്കുണ്ടൊരു ചെറിയ പ്രോബ്ലം. അപ്പൊ നിങ്ങൾ സിനിമയിലെ CID തന്നെ അനുകരിച്ചു അല്ലേ? ക്ഷമിക്കണം, പ്രേംനസർ എന്റെ ഒരു വീക്ക്നെസ് ആണ്. ഉമ്മൻ കോശിക്ക് അസൗകര്യമൊന്നുമില്ലല്ലോ? എനിക്കും ഒരാളെ ഇഷ്ടമായിരുന്നു. പക്ഷേ ഇല്ല സർ, എന്നെ കെട്ടാൻ ആരും കാത്തിരിക്കുന്നില്ല. ഏത് കാശ്മീരിലേക്ക് വേണേലും എന്നെ പോസ്റ്റ് ചെയ്തോളൂ, പോകാൻ ഞാൻ തയ്യാറാണ്. ഉമ്മച്ചാ, സാറും കൊച്ചമ്മയും കൂടും കുടുക്കെ എടുത്തോണ്ട് രാവിലെ തന്നെ സ്ഥലം കാലിയാക്കി. പിന്നെ സ്പോൺസർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈ CID ഞാൻ വരാം. ഞാൻ സ്പോൺസർ ചെയ്യാം. സർ, കാശ്മീരിലേക്കുള്ള എന്റെ പോസ്റ്റിംഗ് സ്റ്റേ ചെയ്യണം. ഇവിടെ കിടന്ന് അനുഭവിക്കാനാണ് എന്റെ വിധി. വരൂ. അപ്പൊ കേസ് അന്വേഷണം After 2 months. Hands up. പട്ടാഭിഷേകം ആയപ്പോ ഹനുമാനെ മറന്നുമില്ലേ? ഇല്ലടാ. ഈ ഹനുമാനെ നമ്മൾ 3 പേരുടെ അസിസ്റ്റന്റ് ആക്കാം, അല്ലേ? ഓക്കേ.